യെസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, 144 വർഷങ്ങൾക്ക് ശേഷം നടന്ന മഹാകുംഭമേളയെപ്പറ്റി സംസ്കാരശൂന്യമായ നിരീക്ഷണമാണ് ഈ പരിപാടിയിലുടനീളം അവതാരകയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പരിപാടിക്കിടെ അവർ നടത്തിയ പല പരാമർശങ്ങളും ഭാരതത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. ഏതാണ്ട് 65 കോടിയിലധികം പേർ പങ്കെടുത്ത മഹാകുംഭമേള ലോകത്തിന് തന്നെ ഒരു വിസ്മയമായി മാറിയ സാഹചര്യത്തിൽ അവരുടെ മനസ്സിലെ അന്ധമായ രാഷ്ട്രീയ വിരോധം കാരണം ഈ പുണ്യസ്നാനത്തെ അവഹേളിച്ചത് ഹൈന്ദവരുടെ മതവികാരം വ്രണപ്പെടണം എന്ന ഉദ്ദേശത്തോടെ തന്നെയല്ലേ? നോക്കൂ, CPM ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് മലയാളികൾ അവിടെ ഗംഗാസ്നാനം നടത്താൻ പോയത് വലിയൊരു അപരാധമായിട്ടാണ് അവർ കാണുന്നത്. ഈ ചാനലിൽ തുടക്കം മുതലേ ഹൈന്ദവ വിരുദ്ധതയുണ്ട്. പല വേദികളിലും അവരത് പ്രത്യക്ഷമായി അവതരിപ്പിച്ചതാണ്, പ്രകടിപ്പിച്ചതാണ്. വിമർശനങ്ങളാവാം, ഹെൽത്തി ക്രിറ്റിസിസം ആവാം. പക്ഷേ ഇതൊരു സമുദായം എന്തോ വലിയ അപരാധം ചെയ്തു. മാത്രമല്ല, കുംഭമേളയുടെ ആ ഒരു അന്തസ്സ് അത് ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ ബോധപൂർവം ഇത്തരം പരാമർശങ്ങൾ നടത്തിയതിന് പിന്നിൽ നേരത്തെ നടേശൻ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റുള്ളവരുടെ പുറത്തു നിന്നുള്ളവരുടെ, നമുക്കറിയാം ആരൊക്കെയാണ് ഈ സ്ക്രൂ കയറ്റുന്നത് എന്ന കാര്യത്തിൽ നമുക്കറിയാം. ആരൊക്കെയാണ് ഇവരെ ഇതിനു വേണ്ടി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി തന്നെയല്ലേ ഇത്തരമൊരു പരിപാടിയിൽ ഇമ്മാതിരി പരാമർശങ്ങൾ നടത്തിയത്? ശ്രീ അനിൽ നമ്പ്യാരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഞാൻ തെല്ല് കൗതുകത്തോടു കൂടിയാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഒരു ക്യൂരിയോസിറ്റി. ഒന്ന്, നമ്മൾ അറിയേണ്ടത്, ഇപ്പൊ സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം 65 കോടി ഭക്തജനങ്ങൾ പങ്കെടുത്ത, എല്ലാവരും ഭക്തരാകണമെന്ന് നിർബന്ധമില്ല, ആളുകൾ പങ്കെടുത്ത ഒരു 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 പരിപാടി 144 വർഷത്തിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ആ ഒരു കാര്യത്തെ ഏഷ്യാനെറ്റിന്റെ അവതാരക ശനിയാഴ്ച 9:30 മണിക്കുള്ള അവരുടെ കവർ സ്റ്റോറിയിൽ അവരതിനെ കുറിച്ച് എന്ത് പറയട്ടെ, കവർ സ്റ്റോറി ഇനി എന്തും ആയിക്കോട്ടെ, അതിപ്പം ഞാനിപ്പോ ഏഷ്യാനെറ്റിന്റെ വക്താവോ അല്ലെങ്കിൽ സിന്ധു സൂര്യകുമാറിന്റെ വക്കാലത്തെടുത്തൊന്നും അല്ല വന്നിരിക്കുന്നത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടും അതിന്റെ വക്താവായിട്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഏഷ്യാനെറ്റും കാണാറുള്ള ആളാണ്, ജനവും കാണാറുള്ള ആളാണ്, കൈരളിയും ഞങ്ങളുടെ പാർട്ടിയുടെ ചാനൽ ജയ്ഹിന്ദു എല്ലാ ചാനലും കാണാറുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു പരാമർശം ഞാൻ നടത്തുകയുമില്ല. ആ പരാമർശത്തിൽ അങ്ങ് നടത്തിയ വാക്കും അതുപോലെ തന്നെ ശ്രീ നടേശൻ സാർ പറഞ്ഞ ഒരു പദവും അത് ഒട്ടും പാർലമെന്റേറിയൻ ആയ പദങ്ങളല്ല എന്നുള്ളതാണ് എന്റെ ആ കാര്യത്തിലുള്ള ആദ്യത്തെ. ചവർന്ന് പറയുന്നത് അൺപാർലമെന്ററി ആണോ? ചവർന്നല്ല, ചവർന്ന് പറഞ്ഞതും നടേശൻ സാർ ഉപയോഗിച്ച മറ്റൊരു പദവും ഉണ്ടല്ലോ, ആ പദമൊക്കെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ലക്ഷക്കണക്കിനായിട്ടുള്ള പ്രേക്ഷകര് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വികാരം എന്ത് എന്നുള്ളത് അത് അവരുടെ മനസ്സ് പൊല്യൂട്ട് ചെയ്തത് ഇത്തരം അവതാരകരാണ്. അതില് അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് അതിൽ ഒരഭിപ്രായമില്ലേ? അവരുടെ പരാമർശം തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ വിഷയം തന്നെ അവഹേളിക്കാനാണോ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ അത് ഒട്ടും അല്ല എന്നുള്ളതാണ്. അത് ഒട്ടും അല്ല എന്നുള്ളതാണ്. ഒരാളുടെയും മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളെ അവഹേളിക്കാനോ ആക്ഷേപിക്കാനോ ഉള്ളതല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? കവർ സ്റ്റോറിയിൽ വന്നിരിക്കുന്ന കാര്യം അത് ആക്ഷേപകരമായോ, അതല്ല എങ്കിൽ ആരെയെങ്കിലും ഇടിച്ചു താഴ്ത്തുന്നതിനോ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുന്നതിനുള്ളതാണോ? അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ ബഹുമാന്യനായ ശ്രീ രഞ്ജിത്ത് എബ്രാഹാം തോമസ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടില്ല, അദ്ദേഹം കൊടുത്ത കേസ് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആക്ഷേപകരമായ ഒരു പരാമർശമായിരുന്നു, അധിക്ഷേപകരമായ ഒരു പരാമർശമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം അതിനെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്നു, നിയമവാഴ്ചയിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ കേസിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തട്ടെ. പോലീസിന്റെ
പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് അങ്ങനെ ഒരു അധിക്ഷേപകരമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അല്ല, പോലീസ് എപ്പോഴും ഏകപക്ഷീയമായ അന്വേഷണമല്ലേ നടത്തുന്നത്. ഇതിപ്പോൾ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് ജാമ്യം പോലും കൊടുക്കരുതെന്നൊക്കെ ആവേശത്തോടെ ബാധിച്ചല്ലോ. ആ പോലീസ് തന്നെ പാലക്കാട് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം അത് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് അവിടെയും പരാതി കൊടുത്തിരുന്നു. പാലക്കാട്ടെ BJP നേതൃത്വം പരാതി കൊടുത്തതാണ്. എന്തായി അതിന്റെ അവസ്ഥ സർ? അല്ല, അത് പോലീസ് കേസെടുക്കുന്നില്ല എങ്കിൽ അതിന്റെ ബാക്കി തുടർ നടപടികളുണ്ടല്ലോ. കോടതിയും മറ്റു കാര്യങ്ങൾ വഴിയും ആ കേസുകളൊക്കെ എടുക്കാൻ കഴിയുമല്ലോ. അല്ല, പക്ഷേ ഇതിൽ പെട്ടെന്ന് ഇപ്പൊ PC ജോർജിന്റെ കേസിൽ ഒരു പരാതി കൊടുത്തപ്പോൾ അപ്പം തന്നെ FIR ഇട്ടല്ലോ അല്ലേ? അയ്യോ, ഇവിടെ പോലീസുകാർ കയറി ഇറങ്ങായിരുന്നു. ഇവിടെ നമ്മുടെ ചാനലില് എന്തായിരുന്നു ആവേശം? ആ ആവേശം എന്താ മറ്റ് കേസുകളിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വളരെ തികച്ചും സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം. അല്ല നമ്പ്യാരെ, ഞാൻ പറഞ്ഞല്ലോ, ഏഷ്യാനെറ്റിലെ കവർ സ്റ്റോറിക്കകത്തുള്ള സിന്ധു സൂര്യകുമാറിന്റെ പരാമർശം അത് ഏതെങ്കിലും രീതിയിൽ ഹിന്ദു മതത്തെയോ അല്ലെങ്കിൽ സനാതന ധർമ്മത്തെയോ അതല്ല എങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ധർമ്മത്തെ അവഹേളിക്കുന്നതാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർക്ക് നിയമപരമായി അതിനെ നേരിടാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒരു പൗരൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും തോന്നില്ല, ഇവിടുത്തെ CPM നേതൃത്വത്തിനും തോന്നില്ല. ഇവിടെ CPM എന്നോ കോൺഗ്രസ് എന്നോ എന്നുള്ളതല്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ രഞ്ജിത്ത് എബ്രാഹിം തോമസ് CPM-ന്റെയോ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധിയായിട്ടല്ലല്ലോ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നു ഈ കാര്യത്തിൽ അവഹേളനപരമായ കാര്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നു. ഇനി ഇത് കോടതിയുടെ മുമ്പിലേക്കും നിയമത്തിന്റെ മുമ്പിലേക്കും വരേണ്ടതാണ്. അത് അവിടെ പരിശോധിക്കട്ടെ. ഇത് ആക്ഷേപകരമായ ഒരു കാര്യമാണോ എന്നുള്ള കാര്യം അവിടെ പരിശോധിക്കട്ടെ. അതിനർത്ഥം വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല. അതല്ല എങ്കിൽ ഞങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദുത്വത്തെയോടുള്ള വിമർശനമാണ്, അതല്ല ഹിന്ദുത്വം മുഴുവൻ അപകടത്തിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഇല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാനും പറഞ്ഞിട്ടില്ല, നടേശൻ സാറും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന RV ബാബു അങ്ങനെ പറയില്ല. 100% ബോധ്യമുണ്ട് എനിക്ക്. അല്ല, ഞാനും പറയുന്നത് അത് തന്നെയല്ലേ. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ അത് സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷ്മണരേഖ കടന്നിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കാൻ ഇവിടെ നിയമവ്യവസ്ഥകളുണ്ട്. ആ നിയമവ്യവസ്ഥയിൽ സിന്ധു സൂര്യകുമാർ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായ കാര്യങ്ങളുണ്ട് എങ്കിൽ അവരെ ശിക്ഷിക്കാനായി ഈ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട്. അത് ഒരുപക്ഷെ അവർ വ്യക്തിപരമായിട്ട് പറഞ്ഞായിരിക്കാം. അതല്ല എങ്കിൽ ഇനിയിപ്പോ ഏഷ്യാനെറ്റിലെ അവരുടെ അണിയറയിലുള്ള ആളുകൾ മുഴുവൻ, അവര് സംഘാടകരെല്ലാവരും കൂടി ന്യായമായിട്ടൊരു സംശയം. അതായത് ഇപ്പൊ എല്ലാവർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഹിന്ദു അല്ലേ? ആർക്കും കയറി എന്തും പറയാം, അങ്ങ് കയറി മേയാം ആർക്ക് വേണമെങ്കിലും. ഈ അവതാരക സർക്കാർ സബ്സിഡിയോടെ വിദേശത്തൊരു സ്ഥലത്ത് പോയി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ചടങ്ങൊക്കെ, അങ്ങനെ പോകുന്നവരെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം ഇവരുടെ നാക്കിൽ നിന്നുണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അഥവാ അങ്ങനെ ഒരു പരാമർശം വന്നാൽ അല്ല, ഈ ആത്മസംയമനത്തോടെ ആയിരിക്കുമോ ആ വിഭാഗം പെരുമാറുക, അല്ലെങ്കിൽ ഈ വിഷയത്തെ സമീപിക്കുക? ആണോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സിന്ധു സൂര്യകുമാറിന് അത് വിമർശിക്കാനോ വിമർശിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ, സിന്ധു സൂര്യകുമാർ ഇന്ന കാര്യം പറഞ്ഞിരിക്കുന്നു, അത് ഇന്ന കാര്യം കൂടി പറയേണ്ടതായിരിക്കുന്നു. അതാണല്ലോ മാധ്യമധർമ്മം. നിങ്ങളത് പറഞ്ഞുകൊള്ളുക. നിങ്ങളത് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് പറയുള്ളൂ. സേനാപതി വേണു, ഞങ്ങളെ അത് പറയുള്ളൂ, വേറെ ആരും. അത് നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം. പക്ഷെ ആ സ്വാതന്ത്ര്യം അതിര് വിടരുത്. അത് ലക്ഷ്മണരേഖ കടക്കാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ. അതിര് വിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോ ഈ ചർച്ച നടത്തുന്ന ജനൻ TV ആണ് ഇപ്പൊ അതിര് വിട്ടത് എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, താങ്കൾ എന്താണ് ഇന്റന്റ് ചെയ്യുന്നത്? താങ്കൾ എന്താണ് പരോക്ഷമായി താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. സിന്ധു സൂര്യകുമാറിന്റെ പരാമർശത്തിൽ അത് ഹിന്ദുക്കൾക്കെതിരെയോ ഹിന്ദു മതത്തിനെതിരെയോ കുംഭമേളക്കെതിരെയോ അതിന് ഏതെങ്കിലുമുള്ള ആ മതപരമായ കാര്യങ്ങളെ സേനാപതി വേണു കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അതിനെ അപലപിക്കെങ്കിലും ചെയ്യൂ. ഞാൻ പറഞ്ഞല്ലോ, സിന്ധു സൂര്യകുമാർ പറഞ്ഞിരിക്കുന്ന അവരുടെ അവതരണത്തിൽ അത് ഹിന്ദു മതത്തെയോ ഹിന്ദുത്വത്തെ അവഹേളിക്കുന്ന ഏതെങ്കിലും ഉണ്ട് എങ്കിൽ ആ കാര്യത്തെ കുറിച്ച് ഇപ്പോഴും അവിടെ ഉണ്ട് എങ്കിൽ ഉണ്ട് ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നില്ല.
നിയമപരമായ അല്ല, ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നില്ല. നടപടികൾ സ്വീകരിക്കാൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസ്സുകാരിൽ നിന്ന് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത്